മൾട്ടിമീറ്റർ ആണ്. യൂട്ടിയാ 33+. അൺബോക്സിംഗ് ആണ്. ബാറ്ററി ഇട്ടിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. AC വോൾട്ടേജ് 2 വോൾട്ടേജുകളാണ്. AC വോൾട്ടേജ്, DC വോൾട്ടേജ്. ബാറ്ററി വോൾട്ടേജ് പറഞ്ഞാൽ ബാറ്ററിൻ്റെ വോൾട്ടേജുകളൊക്കെ DC വോൾട്ടേജ് ആണ്. ബാറ്ററി അതായത് ഈ ഇതിൻ്റെ ഒക്കെ കാറിൻ്റെയും ബൈക്കിൻ്റെ ഒക്കെ അങ്ങനെ ബാറ്ററി DC വോൾട്ടേജ്. DC വോൾട്ടേജ്. സ്റ്റോറേജ് വോൾട്ടേജുകളാണ് എന്ത് DC വോൾട്ടേജ് എന്ന് പറയുന്നത്. മറ്റേത് AC വോൾട്ടേജ്. AC വോൾട്ടേജ് ഇത് മുതലാ ഈ 600-200 റേഞ്ച് ഉണ്ടല്ലോ, അതാണ് AC വോൾട്ടേജ്. AC അല്ലേ? അതാണ് മറ്റേ ആൾട്ടർനേറ്റീവ് കറണ്ട് തന്നെ, അതാണിത്. നമ്മുടെ സാധാ ലൈനിൽ ഓടുന്ന അതാണിത്. ഇത് NCV എന്ന് പറഞ്ഞ. അപ്പൊ ഇവിടെ ഒരു വരണ്ട്, ഇവിടെ ഒരു 600 ഉണ്ട്. അത് DC വോൾട്ടേജ് 200 ml മുതൽ 600 DC വോൾട്ടേജ് വരെ ഇതിലാണ്, ഇത്രയും റേഞ്ച്. ഇത് ഈ റേഞ്ച് വരുന്നത് AC വോൾട്ടേജിന്റെ റേഞ്ച്. ഇത് NCV എന്നൊരു പുതിയൊരു ഓപ്ഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, AC-ന്റെ പോയിന്റ് ഇത് ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിലേക്ക് ഇത് ഈ മൾട്ടിമീറ്റർ അതിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ബസർ അടി സൗണ്ട് കേൾക്കും. ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് ആംബിയറാ, AC ആംബിയർ, DC ആംബിയർ. ഓക്കെ, ആംബിയർ നമ്മളിപ്പോൾ ഒരു ബാറ്ററിൻ്റെ ചാർജിങ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഏതൊരു DC എക്യുപ്മെൻറ്റിനും ആംബിയർ കൂടി ചെക്ക് ചെയ്യണം. അതായത് ആ ലോഡ് എടുക്കുമ്പോൾ അതിന് കപ്പാസിറ്റി ഉണ്ടോ, ശക്തി ഉണ്ടോ എന്ന് അറിയണം. ചിലപ്പോൾ വോൾട്ടേജ് ഒരു 6 വോൾട്ടിൻ്റെ ബാറ്ററി ചിലപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തൊക്കെ 6 വോൾട്ടേജ് ഉണ്ടാവും. പക്ഷേ അത് ലോഡോടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇരുന്നു പോകും. അപ്പോൾ എന്താ ആംബിയർ ലൈറ്റാണ്. ഇത് വരുന്നത് ബസറും ഡയോഡും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ റേഞ്ചിലിട്ട് കാണിച്ചു തരാൻ ഇങ്ങനെയാണല്ലോ. മറ്റേ ഈ ബോർഡിലൊക്കെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് ബസർ പറയുന്നത്. ഇത് ഡയോഡ് ചെക്ക് ചെയ്യാനാണ്. ഡയോഡിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ഡയോഡിന് സ്പെഷ്യലായിട്ട് അത് ഈ റെസിസ്റ്റൻസിലിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം, ഇതിലിട്ടും ചെക്ക് ചെയ്യാം. ഇതിലിട്ട് പെട്ടെന്ന് മനസ്സിലാവും. ഇത് തന്നെ റെസിസ്റ്റൻസ് ആണ്. 200 മുതൽ 200 മെഗ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യാം. ഇത് ഓഫ് ബട്ടൺ. ഇത് ഹോൾഡ് ബട്ടൺ. നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ബട്ടൺ. ഇത് ലൈറ്റ് ബട്ടൺ. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഈ കോമൺ ബ്ലാക്കും മറ്റത് വോൾട്ടേജ് ഇത് റെഡിലും കുത്തുക. ആംബിയർ ചെക്ക് ചെയ്യുമ്പോൾ മാത്രം ഈ റെഡ് എടുത്തിട്ട് ഇവിടെ കുത്തുക. ആംബിയറിന് മാത്രം റെഡ് ഇപ്പുറത്തേക്ക് വെക്കുക. പിന്നെ ആംബിയർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ ലോഡും സാധനമൊക്കെ കൊടുത്തതിന് ശേഷം മൾട്ടിമീറ്റർ സീരീസ് ആയിട്ട് കൊടുക്കണം. മൾട്ടിമീറ്റർ സീരീസ് ആയിട്ട്. ബാക്കിയുള്ള റേഞ്ചൊക്കെ ചെക്ക് ചെയ്യൽ പാരലായിട്ടാണ്. കാണിച്ചു തരാം. ഏത് എക്യുപ്മെൻറ്റിൻ്റെയും പാരലായിട്ടാണ് എന്ത് ചെയ്യുക, റെസിസ്റ്റൻസും കപ്പാസിറ്ററും വോൾട്ടേജ് ഒക്കെ. ആംബിയർ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും സീരീസ് ആയിട്ടാണ് ചെക്ക് ചെയ്യൽ. ഇത് വേണം. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരു സർക്യൂട്ടിൻ്റെ കണ്ടിന്യൂറ്റി. ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇവിടുന്ന് ഇങ്ങോട്ട് കറണ്ട് എത്തുന്നതെന്ന് പറയണമെങ്കിൽ ഇവിടെ എത്തുന്നില്ല. മെറ്റൽ പാസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണെങ്കിൽ ഈ ഒരു ബസറിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും കോഡ് കട്ടോ വയറ് കട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അപ്പോൾ നോക്കാൻ ഇതാണ് എളുപ്പം. അപ്പോൾ ന്യൂട്രൽ ലൈനും ഒക്കെ ചെക്ക് ചെയ്യാം. അതായത് ആ വയറിൻ്റെ ഷോർട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി, എവിടെയെങ്കിലും പുട്ടുണ്ടോ കട്ടുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് മാത്രം, അതിന് വേണ്ടിയിട്ട്. ഇവിടെ AC ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ റേഞ്ചിലുള്ള വോൾട്ടേജ് 230 വോൾട്ട് മുതൽ 280 വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരിക്കലും 200 റേഞ്ചിലിട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, ചെക്ക് ചെയ്യരുത്. 600 റേഞ്ചിലിട്ട് ചെക്ക് ചെയ്യാം. 200 റേഞ്ച് ചെക്ക് ചെയ്യലെപ്പോഴാണ്, ചെറിയ 200 വോൾട്ടിൻ്റെ താഴെയുള്ള സർക്യൂട്ടിൽ മാത്രം 200 ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. മാക്സിമം നമ്മളെ ലൈനൊക്കെ 230 മേലോട്ടുണ്ടാകുക. അപ്പോൾ എന്ത് ചെയ്യാം, 600 വോൾട്ടിലിട്ട് ചെക്ക് ചെയ്യണം. 600 വോൾട്ടിലില്ല, എന്നിട്ട് ഓൾസ് കൊണ്ട് ചെക്ക് ചെയ്യാം. ഇരുന്നൂറ്റി 49 വോൾട്ട്, 280 വോൾട്ട് ഉണ്ട്. ഈ അൾട്ടർനേറ്റീവ് വോൾട്ട് ആകുമ്പോൾ എന്ത് ചെയ്യും, വേരി ചെയ്തുകൊണ്ട് നിൽക്കും. ചിലപ്പോൾ 251 ആവും, 249 ആവും, 240 ആവും ഒക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല. NCV
NCV ഇട്ടിട്ട് ഇവിടെ കറണ്ട് ഉണ്ടോ എന്നറിയാം. ഈ ഏരിയ കറണ്ട് ഉണ്ട് ഉണ്ടോ? ഇവിടെ കറണ്ട് ഇടായിട്ടാണ് ഇതാ ഈ വോൾട്ടേജ്. ഇത് പുതിയ സിസ്റ്റം. ഇത് എല്ലാ മൾട്ടിമീറ്ററിനും ഉണ്ടാവില്ല. എല്ലാ മൾട്ടിമീറ്ററിലും ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ ഈ എവിടെയാണ് നമ്മൾ കറണ്ട് ലൈനുകളൊക്കെ പോകുന്നത് നമുക്ക് ഇതിന് കൊണ്ടുപോയാൽ മനസ്സിലാവും. ഇവിടെ ഒന്നും കണ്ടില്ല ആടില്ല. ഇവിടെ മുകളിലേക്ക് നോക്കി ഇതിലെ ലൈനയിലേ പോകാൻ അങ്ങനെ കിട്ടുള്ളൂ അല്ലേ? ചുമരിൻ്റെ മുകളിൽ കിട്ടില്ല. ഇത് സാധാരണ 2A ബാറ്ററികളൊക്കെ ചെക്ക് ചെയ്യണേ. 1.5 വോൾട്ട് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ 20 റേഞ്ചിലിടുക. ഏറ്റവും കുറഞ്ഞ റേഞ്ചിലിടുക DCൻ്റെ അല്ലേ? നെഗറ്റീവ് പോയിന്റ് നെഗറ്റീവ് സൈഡിലും നെഗറ്റീവ് കറുപ്പാ വരിക. അങ്ങനെ ഉണ്ടാവും. നെഗറ്റീവ് കറുപ്പാ വരിക. പോസിറ്റീവ് ചുവപ്പാ. നെഗറ്റീവ് സൈഡിലും പോസിറ്റീവ് സൈഡിലും വെച്ചിട്ട് ചെക്ക് ചെയ്യുക. ഇതിങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ പോളാരിറ്റി ചേഞ്ച് ആയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇതിൽ മൈനസ് ആയിട്ട് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ അതായത് ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ നെഗറ്റീവിലും പോസിറ്റീവിലും കൊടുത്ത് നോക്കുമ്പോൾ എത്ര കാണിക്കുന്നുണ്ട്? 1.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചാർജ് ഉള്ളതാണ്. 1.5 വോൾട്ട് ചാർജ് ഉണ്ട്. ഓക്കെ. ഇനി ഇതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് മാറിപ്പോയാലും ഈ ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ മാറിപ്പോയാലും തല മാറിപ്പോയാലും അതായത് ചുവപ്പ് ബാക്കിലായാലും പ്രശ്നമില്ല. അത് നെഗറ്റീവായിട്ടാണ് ഇത് കാണിക്കുക. പക്ഷെ അനലോഗ് മൾട്ടിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും? സൂചി പോയിട്ട് ഓപ്പോസിറ്റ് പോയി അടിക്കും. അപ്പോൾ എന്ത് ചെയ്യാത്? അനലോഗ് മൾട്ടിമീറ്ററിൽ പോസിറ്റീവ് നെഗറ്റീവ് തന്നെ കൊടുക്കണം. ഇതിപ്പോൾ മാറ്റി കൊടുത്ത് നെഗറ്റീവ് പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാലുള്ള മൈനസ്, ഇവിടെ മൈനസ് വരുന്നല്ലേ? ഇത് മൈനസാ. ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവ് ടു നെഗറ്റീവ് ആകുമ്പോൾ അവിടെ മൈനസ് വരില്ല കേട്ടോ. ഇവിടെ മൈനസ് വരില്ല. ഇവിടെ മറ്റേ തിരിച്ചെടുക്കുമ്പോൾ മൈനസ് വരും. മൈനസ് അടക്കം വരും. പൊളാരിറ്റി ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ. വോൾട്ടേജ് കറക്റ്റ് കാണിക്കും. മൈനസ് ആയിരിക്കും. പക്ഷേ നമ്മൾ 1.5 അപ്പോൾ ഫുൾ ചാർജ് ആണ്. ചാർജാണ്. അപ്പോൾ ഫുൾ ചാർജ് ഇല്ലാത്തൊരു സാധനം ഇത് ഫുൾ ചാർജ് ഉണ്ടാവില്ലല്ലോ. നോക്കിയോ, അതുണ്ടല്ലോ. ചാർജ് ഉണ്ട്. പിന്നെ ബാറ്ററിയിൽ 6 വോൾട്ട് ഉണ്ടാകുക. എമർജൻസി സാധാരണ 6 വോൾട്ട് ഉണ്ടാവുക. പിന്നെ വലിയ UPSൻ്റെ 12 ആണ്. പിന്നെ ബൈക്കിൻ്റെ ബാറ്ററി ഒക്കെ 12 വോൾട്ടാണ്. ഒക്കെ 20 ചെക്ക് ചെയ്യുക. ഈ 200 വോൾട്ട് 600 വോൾട്ടൊക്കെ നമ്മളെ TV മെക്കാനിക്മാർക്ക് ഉപയോഗിക്കണം. അല്ല, ഈ കാറിൻ്റെതും ബൈക്കിൻ്റെ ഒക്കെ 12 വോൾട്ട് മാക്സിമം ഉണ്ടാവുക. ഇൻവെർട്ടർ 12 വോൾട്ട് ഉണ്ടാകുക. 12 വോൾട്ട് 24 വോൾട്ട് ഉണ്ടാവും. സാധാ പേരിൽ 12 വോൾട്ട് ഉണ്ടാവില്ല. അതുള്ള DC വോൾട്ടേജിൻ്റെ അത്രയേ ഉള്ളൂ. പിന്നെ വേറെന്ത് സെറ്റിങ്സാണ് ഉള്ളത്? പിന്നെ അത് ഡയോഡ് ചെക്ക് ചെയ്യാനാണ്. 2 ഓപ്ഷൻ ഉണ്ട്, ഡയോഡും ബസറും. അത് ഏതാ? ഇത് ആരോക്കി കറക്റ്റ് ഏതാ? ഇതിൽ വെച്ച ശേഷം ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. ഇപ്പം ഇത് ഡയോഡിലായി, ഇതിപ്പം ബസറിലായി. അങ്ങനെ അല്ലേ? കണ്ടിന്യൂറ്റി ആയി. ഇപ്പോൾ ഡയോഡ് ചെക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ ഡയോഡായി. ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു വശത്തേക്ക് കറണ്ടിനെ പാസ് ചെയ്യും, മറ്റേ വശത്തേക്ക് കറണ്ടിനെ എന്ത് ചെയ്യില്ല, പാസ് ചെയ്യില്ല. അതായത് ഇപ്പം ഇങ്ങനെ ഒരു സാധനം, ഇതിപ്പോൾ ഒരു ഡയോഡാണെങ്കിൽ, ഇതൊരു ഡയോഡാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഡയോഡ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇടുക, എന്നിട്ട് ആ ഡയോഡിൻ്റെ ചിഹ്നത്തിൽ റെസിസ്റ്റൻസ് കാണിക്കാൻ വെക്കുക. പക്ഷേ ഇതൊരു ഡയോഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല. ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു വശത്തേക്ക് കറണ്ട് പാസ് ചെയ്യും, മറ്റേ വശത്തേക്ക് കറണ്ട് പാസ് ചെയ്യില്ല. അതായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് കൊടുത്താൽ പോസിറ്റീവ് ഇപ്പുറം കിട്ടും, തിരിച്ച് ആ പോസിറ്റീവ് ഇപ്പുറം കൊടുത്താൽ ഇവിടെ പോസിറ്റീവ് കിട്ടില്ല. അപ്പോൾ ഈ ബോർഡിൻ്റെ മുകളിലൊക്കെ അതുണ്ടാവുക ഡയോഡുകൾ. ഓക്കെ. ഡയോഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം. പിന്നെ റെസിസ്റ്റൻസ് 200 mA 200 അങ്ങനെ റെസിസ്റ്റൻസുകളുണ്ട്. അത്രയേ ഉള്ളൂ. റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ പല വാല്യൂ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് വെച്ചാൽ നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ കിട്ടുള്ളൂ. LED ചെക്ക് ചെയ്യാൻ. LED പോയതാ അല്ലേ? ഇതിലിവിടെ ഇത് കാണിക്കുന്നുണ്ടല്ലോ. അത് ഷോർട്ട് ആയിട്ടാണ്. പോയതാ, LED പോയതാ. ഈ വരട്ട നെഗറ്റീവ് വെക്കട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇത് വെക്കുക, എന്നിട്ട് ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അല്ലേ? ആദ്യം ചെയ്യേണ്ടത് ഇതിപ്പോൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റെസിസ്റ്റൻ്റ് ആയി, കണക്ടിവിറ്റി ആയി.
ഇത് ഹോൾഡ് ചെയ്താൽ ഡയോഡ് ചെക്ക് ചെയ്യാം നമുക്ക്. ഇത് നെഗറ്റീവ് ആകുമ്പോൾ അതിലെന്ത് ചെയ്തിട്ടുണ്ട്, പാസിങ് കാണിക്കുന്നുണ്ട്, അതായത് ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇതാണോ വാല്യൂ? ആ, ഈ വാല്യൂ ആണ്. അപ്പോൾ പാസിങ് കാണിക്കുന്നത്, അതായത് ഒരു സൈഡ് ഓക്കെയാണ്. ഇനി ഇത് തിരിച്ചെത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് തീരെ കാണിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്, ഇത് ഓക്കെയാണ്. ഡയോഡ് ഓക്കെയാണ്, വാല്യൂ കാണിക്കുന്നില്ല, ഇതിൽ വാല്യൂ കാണിക്കുന്നില്ല. തിരിച്ചു കുത്തിയാൽ വാല്യൂ കാണിക്കും. അപ്പോൾ ഡയോഡ് ഓക്കെയാണ്. ഇനി റെസിസ്റ്റൻസ് ആണ്. വേറെ ഇതൊക്കെ ഡയോഡാണ്, ഇതൊക്കെ റെസിസ്റ്ററാണ്. അതെങ്ങനെ നമ്മൾ മനസ്സിലാവുക? ഇതിൻ്റെ മുകളിൽ കളർ കോഡ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ എത്ര കളർ കോഡ് ഉള്ളതെന്ന് വെച്ചാൽ ഓറഞ്ച്, വൈറ്റ്, പിന്നുള്ളത് ഗോൾഡ് അല്ല സിൽവർ. തൊട്ടടുപ്പുള്ളത് ബ്രൗണ്, ബ്ലാക്ക്, ഗോൾഡ്. 10 ഇത് 1 ohm റെസിസ്റ്ററാണ്. ഇപ്പോൾ 1 ohm ഉണ്ടോ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലിടാം. 200 ohമിലിട്ടിട്ട് സർക്യൂട്ടിലാണ് ആ വോൾട്ടേജ് കാണിക്കുന്നത്. നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ വോൾട്ടേജ് ഇത് റെസിസ്റ്റൻസ് കുറഞ്ഞതാണ്. ഞാൻ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. പൊട്ടിച്ചെടുത്ത ശേഷം നോക്കാം നമുക്ക്. $39,390K ആണിത്. 390K കാണാൻ പറ്റും. എങ്ങനെ? ഇത് ഓറഞ്ച് 3, ഇത് 9, പിന്നെ കാണുന്നത് യെല്ലോ അല്ലേ? യെല്ലോ പറഞ്ഞാൽ 4 പൂജ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പം 3, 9 പിന്നെ 4 പൂജ്യം. ഈ കളർ കോഡ് നമ്മൾ വേറെ പഠിക്കണം. അപ്പം 390 എന്താണ്? K ആണിത്. 390 K. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് 200 പിടിച്ചിട്ട് അതിൽ 390 പോലല്ലോ. അപ്പം എന്ത് ചെയ്യുക, 2000ലേക്ക് ഇടാം. എന്നിട്ട് എന്ത് ചെയ്യുക, റെസിസ്റ്റൻസിൻ്റെ ഒരു തല ഇവിടെയും വെക്കുക, അവിടെയും വെക്കുക. അപ്പോൾ റെസിസ്റ്റൻസ് പോയതായിട്ട് കാണിക്കുന്നുണ്ട്. അത് പോയതാ? റെസിസ്റ്റൻസ് പോയതാ, വർക്കിംഗ് അല്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന റെസിസ്റ്റൻസ് നമ്മൾ എടുക്കാം. ബ്രൗണ്, ബ്ലാക്ക് പറയും, കളർ കോഡ് ആദ്യം പറയും. ഇവിടുന്ന് തുടങ്ങുന്നത്? ഇവിടുന്ന് തുടങ്ങുന്നുണ്ട്. ആദ്യം ബ്രൗണ്, ബ്ലാക്ക്, 10 പൂജ്യം, ബ്രൗണ്, ബ്ലാക്ക്, റെഡ്. ബ്രൗണ്, ബ്ലാക്ക്, റെഡ്. ബ്രൗൺ 1, ബ്ലാക്ക് 0. 2 ഉദ്ദേശിച്ച് 2 പൂജ്യം. 2 പൂജ്യമാണ്. മൂന്നാമത്തെ എത്ര പൂജ്യത്തിന്റെ എണ്ണം എന്നാണ്. എത്ര പൂജ്യം എണ്ണ ഇടണമെന്ന്, പൂജ്യത്തിന്റെ എത്ര എണ്ണ ഇടണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, മൂന്നാമത്തെ കളർ കൂടി കഴിക്കുന്നത്. ബ്രൗൺ 1, ബ്ലാക്ക് 2, ബ്ലാക്ക് 0. അപ്പോൾ എത്രയായി? അപ്പോൾ പിന്നെ 10 ആയി. പിന്നത്തെ 3 പൂജ്യം. പിന്നെ റെഡ് അല്ലേ കാണിക്കുന്നത്? റെഡ് ആകുമ്പോൾ 2 പൂജ്യം. അപ്പോൾ 1000 പറഞ്ഞാൽ 1K. 1K റേഞ്ച് നമുക്ക് ഇടണം. 1K റേഞ്ചിലിട്ട് 1K അല്ലല്ലോ, 20K. 20Kന്റെ വാല്യൂ ഇടണം. ഏറ്റവും മിനിമം 20 വാല്യൂ അല്ലേ? Kന്റെ വാല്യൂ. അപ്പം ഇതിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. 0.96, അതായത് ഒരു കിലോന്റെ അടുത്തുണ്ട്. ജസ്റ്റ് കുറവേ ഉള്ളൂ. അത് ടോളറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ തൊട്ടടുത്ത്. 5% കൂടാനോ 5% കുറയാനോ സാധ്യതയുണ്ട്. അങ്ങനെ ടോളറൻസ് വരല് 0.96. ആ റെസിസ്റ്റൻസ് ഓക്കെയാണ്. അപ്പോൾ നമ്മളൊരു ഷാഫി ചെയ്യാനൊരു എക്സ്പീരിയൻസ് എടുത്തിട്ടാണ് ഒരു വയറിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ വയറിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക്, ഈ മഞ്ഞ വയറാണ്. അപ്പോൾ നമ്മൾ ഇത് മൾട്ടിമീറ്റർ, അതിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് ഇടുക.
ഇവിടെ ഹോൾഡ് ചെയ്താൽ ഇത് ഡയോഡ് ചെക്ക് ചെയ്യാനുള്ളതാണ്. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബസർ, അതായത് മൊബൈലിലൊക്കെ വൈഫൈൻ്റെ റേഞ്ചൊക്കെ കാണിക്കുന്നതായുള്ള ഒരു സംഭവം അവിടെ വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഒരു തല ഇവിടെ ടച്ച് ചെയ്യുക. മറ്റേ തല ടച്ച് ചെയ്യണമെങ്കിൽ ഇതേത് പോയിൻ്റാണെന്നുള്ളത് നോക്കണം. ഇത് ഇവിടെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടെ അങ്ങോട്ട് ലേശം ഇതാക്കേണ്ടി വരും. ഇതായിട്ട് പിടിച്ചിട്ട് ഇവിടെ ഒരു സൈഡ് ഇവിടെ ടച്ച് ചെയ്യാം, എന്നിട്ട് ഇവിടെ ടച്ച് ചെയ്യാം. സൗണ്ട് മാത്രമുണ്ട്. അപ്പോൾ സൗണ്ട് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. സൗണ്ട് ഉണ്ട്. അപ്പോൾ അത് ഈ വയർ ഓക്കെയാണ്. ഇവിടെ 0 കാണിക്കുന്നുണ്ട്. 0 കാണിക്കുന്നത് പറഞ്ഞാൽ അത്രയും ഓക്കെയാണെന്നാണ്. ഓക്കെയാണ്. അപ്പോൾ ഈ സ്വിച്ച് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ, ഈ സ്വിച്ച് ഓക്കെയാണ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കുറേ പോയിന്റുകൾ ഉണ്ടല്ലോ, അതങ്ങനെ മനസ്സിലാവുക. ഓരോ പോയിന്റ് വെച്ച് നോക്കുക. മൾട്ടിമീറ്ററൊക്കെ ഇതൊരു പോയിന്റ് സ്റ്റോപ്പ് അടിച്ചാൽ അതപ്പുറത്തുള്ള, അതായത് ഇത് AC-ൻ്റെ സോക്കറ്റാണ്. AC വയറ് ഇവിടേക്ക് വന്നിട്ട് ഇവിടുന്നാണ് എന്ത് ചെയ്യുക, DC ആക്കുക. DC ആക്കുന്ന ഈ ഡയോഡ്സ് ആണ് ആക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു ഡയോഡും കൂടി ഇല്ലേനോ? അല്ല, അത് റെസിസ്റ്റൻസാ. ഇതാണ് എന്ത് LED. അപ്പോൾ 4 ഡയോഡാണ് ഉള്ളത്. 4 ഡയോഡ്, ബ്രിഡ്ജ് ഡയോഡ് എന്ന് പറയാം. ബ്രിഡ്ജ് ഡയോഡ്. അപ്പോൾ ഇത്രയും ഡയോഡിൻ്റെ പണിയാണ് ഈ AC-നെ DC ആക്കി. DC ആക്കിയിട്ട് ഇവരെ എങ്ങോട്ടൊക്കെ കൊടുക്കും. പിന്നെ ഒരു ഫിൽറ്റർ കപ്പാസിറ്റർ കൂടി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രൽ ലൈനാണിത്. അപ്പോൾ കറക്റ്റ് ന്യൂട്രൽ ആയിക്കൊള്ളുന്നുണ്ടോ ഇതിൽ സോക്കറ്റ്? പക്ഷേ ഈ സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും വോൾട്ടേജിനെ കുറയ്ക്കുന്നത്. പോളിസ്റ്റർ കപ്പാസിറ്റർ ഇട്ടാണ് വോൾട്ടേജ് കുറയ്ക്കുന്നത്. മറ്റുള്ള അല്ല, ഞാൻ പറഞ്ഞതല്ല. ഇവരിപ്പോൾ ഇതിലിപ്പോൾ DC ആക്കി വെച്ച് എന്നിട്ട് ഈ DC ഇതിലേക്കാണ് പാസ് ചെയ്യുന്നത്? ഇതിലേക്കാണ്, ഈ സർക്യൂട്ടിലേക്ക് പോകും. ആ സർക്യൂട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് ഇതിനെന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മുടെ ഡയോഡ് ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് വോൾട്ടേജ് കുറയ്ക്കുക. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടും വോൾട്ടേജ് AC തന്നെ ഉണ്ടാക്കുക. ആ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടാണ് എന്ത് ഡയോഡിലേക്ക് കൊടുക്കുക. ആ ഡയോഡാണ് പിന്നെ എന്ത് ചെയ്യുക, DC ആക്കുക. ഇതിലെന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരെ ലൈൻ ഇതിലേക്ക് കൊടുത്തിട്ട് ആ AC തന്നെ DC ആക്കി. AC 230ലേക്ക് DC 230 ആക്കി. AC 230നെ DC 230 ആക്കി. പിന്നെ ഈ പോളിസ്റ്റർ കപ്പാസിറ്റർ വെച്ചിട്ട് എന്ത് ചെയ്ത് വോൾട്ടേജിനെ കുറച്ച്, അതായത് ഈ ബാറ്ററി 4 വോൾട്ടാണ്, ആ 4 വോൾട്ടിലേക്ക് എത്തേണ്ട ഇതിലേക്ക് കുറച്ച്. 4 വോൾട്ടിന് ചിലപ്പോൾ 5-6 വോൾട്ടൊക്കെ എന്ത് ചെയ്യുള്ളൂ, ആ ബാറ്ററി ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ ആ ഒരു ചാർജ് ചെയ്യാൻ കപ്പാസിറ്റി ലെവലിലേക്ക് ആക്കുക. കപ്പാസിറ്ററിന്റെ സർക്യൂട്ട് വെച്ച്, കപ്പാസിറ്റർ സർക്യൂട്ട് ഉണ്ട്. കപ്പാസിറ്റർ സർക്യൂട്ട് വെച്ച് വോൾട്ടേജ് കുറച്ചിട്ട് എന്ത് ചെയ്ത് ബാറ്ററിന്റെ ചാർജിങ് സെക്ഷനാണ് എന്ത് ചെയ്യുന്നത്, AC സ്വിച്ച് ഉപയോഗിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ 2 ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. ഈ 4 വോൾട്ട് നേരിട്ട് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, LED ബൾബിലേക്ക് പോവുക. ചാർജ് ചെയ്ത പ്രത്യേകിച്ച് സർക്യൂട്ട് ഒന്നുമില്ല. അതായത് ഇതിന്ന് എടുത്ത സാധനം ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, AC-നെ DC ആക്കി. DC ചെയ്തു. അല്ല, ഈ പിന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള സാധനമാണ്. അത് തിരിച്ചിങ്ങോട്ടേക്ക് വരില്ലോ? ഈ ബൈക്ക് തന്നെ പോകും. ഈ ബൈക്ക് നേരെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ LED-ലേക്ക് പോകും. LED-ലേക്ക് പോകും. ഓക്കെ. അപ്പോൾ ഈ സ്വിച്ച് ഇതിൻ്റെ പുറത്താണ് ഉണ്ടാവുക അല്ലേ? ഇവരെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തപ്പോൾ ഒരു പുറത്താണ് ഉണ്ടാവുക. ഒരു ചെറിയ ബോർഡ് എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്തത്. അതേമാതിരി വലിയ ബോർഡ് വരുമ്പോൾ ഓരോ സാഹചര്യമായിരിക്കും, ഓരോരോ മോഡലായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കണം. നമ്മൾ ഇന്നത്തെ മാസ്റ്റർ കബീർ കാളാമ്പലം. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും പിന്നെ റിപ്പയർ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കബീറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി. നമ്പർ ഞാനിതിൽ ആഡ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം വാട്സപ്പിൽ.